ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴമേറിയ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായ ചരിത്രത്തിലൂടെ നമ്മളൊരു തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിലെ 6 അധ്യായങ്ങൾ ഇതിനകം നമ്മൾ വായിച്ച് വിവരിച്ച് വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. ഇനി 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ സെലൂസിഡ് സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നടന്ന ഒരു ഭരണമാറ്റത്തിൻ്റെ കഥയാണ് പറയുന്നത്. നമുക്കറിയാം, മക്കബായരുടെ പുസ്തകത്തിലെ തന്നെ പ്രതിനായകൻ, സെലൂസിഡ് സാമ്രാജ്യത്തിൽ അക്കാലത്ത് ഭരണം കൈയാളിയിരുന്ന അന്ത്യോക്കസ് എപ്പിഫാനസ് 4 അയാൾ മരണപ്പെടുന്നു. മരിക്കുന്ന സമയം തൻ്റെ സൈന്യാധിപന്മാരായിരുന്ന ലിസിയാസിനെയും ഫിലിപ്പിനെയും അക്കാലത്ത് ബാലനായിരുന്ന തൻ്റെ മകൻ എവുപാത്തറിനെ ഏൽപ്പിച്ച് അവനെ രാജാവായി അന്ത്യോക്കസ് എപ്പിഫാനസ് 4 വാഴിക്കുകയാണ്. അങ്ങനെ അക്കാലത്ത് കേവലം 9 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അന്ത്യോക്കസ് എപ്പിഫാനസ് 5 അന്ത്യോക്കസ് എവുപാത്തർ എന്ന പേരിൽ രാജാവായി തീരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഭരണ കൈമാറ്റം സത്യത്തിൽ അത്ര എളുപ്പമായിരുന്ന ഒന്നല്ല എന്ന് ഇനി വരുന്ന ചരിത്ര സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അന്ത്യോക്കസ് 5 എവുപാത്തർ രാജാവാകുന്ന ആ സമയം സത്യത്തിൽ കിരീടാവകാശിയായ മറ്റ് രാജകുമാരന്മാരും സെലൂസിഡ് സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുണ്ടായിരുന്ന ഒരു രാജകുമാരനായിരുന്നു ഡെമിത്രിയൂസ് എന്നു പേരുള്ള സെലൂസിഡ് സാമ്രാജ്യത്തിലെ ഒരു രാജകുമാരൻ. പക്ഷേ ഈ അധികാര കൈമാറ്റം നടക്കുന്ന സമയത്ത് ഡെമിത്രിയൂസ് റോമായിൽ തടവിലായിരുന്നു. പിന്നീട് ഈ ഡെമിത്രിയൂസ് റോമായിലെ തടവിൽ നിന്ന് വിമോചിതനാവുകയും തിരിച്ച് സാമ്രാജ്യത്തിലേക്ക് കടന്നു വരികയും മെല്ലെ അന്ത്യോക്കസ് 5 അയാളുടെ വളർത്തുപിതാവും സൈന്യാധിപനായിരുന്ന ലിസിയാസിനെയും വധിച്ച് ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടെ അന്ത്യോക്കസ് എന്ന ആ കുടുംബത്തിൻ്റെ ഭരണം അവസാനിക്കുകയും ഡെമിത്രിയൂസ് പുതിയ സെലൂസിഡ് സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി വരികയും ചെയ്യുന്നതാണ് ചരിത്രം. നമുക്ക് മക്കബായരുടെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ ഈ ഭരണ കൈമാറ്റത്തെക്കുറിച്ചുള്ള ഭാഗവും പിന്നീട് നടക്കുന്ന ചില മക്കബായരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളുമെല്ലാം വരുന്ന ഭാഗം, അതിൻ്റെ ഉള്ളടക്കം ഒന്ന് പരിശോധിച്ചതിന് ശേഷം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗത്ത് ഡെമിത്രിയൂസ് എപ്രകാരമാണ് രാജഭരണത്തിലേക്ക് വരുന്നത് എന്ന് വിവരിക്കുന്നു. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അൽക്കിമോസ്, ബക്കിദെസ് എന്നീ വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുന്നു. 7-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ ബക്കിദെസ് നടത്തുന്ന ഒരു വഞ്ചന
നമ്മൾ മനസ്സിലാക്കുന്നു. 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ അൽക്കിമൂസും യൂദാസും തമ്മിലുള്ള സംഘർഷം നമ്മൾ വായിച്ചറിയുന്നു. 26 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളിൽ നിക്കാനോർ എന്ന സൈന്യാധിപൻ യൂദയായിലെത്തുന്നു. 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നിക്കാനോർ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്ന കഥ അറിയാം. ഒടുവിൽ 39 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളിൽ നിക്കാനോർ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. ഈ സമയം നമുക്ക് വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുത്ത് മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ ഒന്ന് ഒരുമിച്ച് വായിക്കാം. 151-ാം ആണ്ട് സെലൂക്കസിൻ്റെ മകൻ ദെമിത്രിയൂസ് റോമായിൽ നിന്ന് കുറേ ആളുകളോട് കൂടെ ജലമാർഗം കടൽ തീരത്തുള്ള ഒരു നഗരത്തിലെത്തി അവിടെ ഭരണം തുടങ്ങി. അവൻ പിതാക്കന്മാരുടെ രാജസന്നിധിയിൽ പ്രവേശിച്ചപ്പോൾ അവന് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പട്ടാളം അന്ത്യോക്കസിനെയും ലിസിയാസിനെയും പിടികൂടി. ഇതറിഞ്ഞ രാജാവ് പറഞ്ഞു, അവരുടെ മുഖം കാണാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. അതനുസരിച്ച് സൈന്യം അവരെ വധിച്ചു. ദെമിത്രിയൂസ് സിംഹാസനാരൂഢനായി. ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞ ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. മക്കബായ ചരിത്രത്തിലെ നിർണായകമായ വഴിത്തിരിവിനെ അടയാളപ്പെടുത്തുന്നതാണ് ഈ വചനഭാഗം. ഏകദേശം BC 161 ഈ സംഭവങ്ങൾ നടക്കുന്നത്. റോമിൽ ബന്ദിയായി കഴിഞ്ഞിരുന്ന നിയമാനുസൃത അവകാശിയായ ദെമിത്രിയൂസ് ഒന്നാമൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് സെലൂസിഡ് സിംഹാസനം വിജയകരമായി കൈവശപ്പെടുത്തുന്നു. സെലൂക്കസ് 4-ാമൻ്റെ പുത്രനായിരുന്ന ദെമിത്രിയൂസ് സിറിയ രാജാവായിരുന്നു. BC 162 മുതൽ 150 വരെയുള്ള കാലഘട്ടങ്ങളിൽ. BC 175 അന്ത്യോക്കസ് എപ്പിഫാനസ് 4-ാമൻ്റെ കാലത്ത് റോമിൽ ഇയാൾ തടവിലാക്കപ്പെടുന്നു. പിന്നീട് ഗ്രീക്കുകാരനായ പൊളീബിയൂസിൻ്റെ സഹായത്താൽ BC 162 തടവിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ദെമിത്രിയൂസ് റോമായിൽ നിന്ന് കുറേ ആളുകളോടുകൂടെ ജലമാർഗം യാത്ര ചെയ്ത് സെലൂസിഡ് സാമ്രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കടൽ തീരത്തുള്ള ഒരു നഗരത്തിലെത്തി അവിടെ ഭരണം തുടങ്ങുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളം അന്ന് ഭരണത്തിലുണ്ടായിരുന്ന അന്ത്യോക്കസ് 5-ാമനെയും സൈന്യാധിപനായിരുന്ന ലിസിയാസിനെയും പിടികൂടി രാജാവിൻ്റെ ഹിതമനുസരിച്ച് സൈന്യം അവരെ വധിക്കുന്നു. അങ്ങനെ സെലൂസിഡ് സാമ്രാജ്യത്തിൻ്റെ പുതിയ ഭരണാധികാരിയായി ദെമിത്രിയൂസ് കടന്നു വരുന്നു. ഈ സമയം മക്കബായരുമായിട്ടുള്ള ബന്ധത്തിൽ ഈ രാജാവിൻ്റെ നിലപാട് എന്തായിരിക്കും? വായനക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത്. അതിനുള്ള ഉത്തരത്തിലേക്ക് വരുന്നതിന് മുൻപ് 2 വ്യക്തികളെ നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേര് അൽക്കിമൂസ് എന്നാണ്, മറ്റൊരാളുടെ പേര് ബക്കിദസ് എന്നാണ്. വിശുദ്ധ ഗ്രന്ഥവചനം നമുക്ക് വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേലിലെ നിയമനിഷേധകരും അധർമ്മികളുമായ എല്ലാവരും അവനോട് ചേർന്നു. പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച അൽക്കിമൂസ് ആയിരുന്നു അവരുടെ നേതാവ്. അവർ ജനങ്ങൾക്കെതിരെ രാജസന്നിധിയിൽ ഇപ്രകാരം കുറ്റാരോപണം നടത്തി: യൂദാസും സഹോദരന്മാരും കൂടി അങ്ങയുടെ മിത്രങ്ങളെ നശിപ്പിക്കുകയും ദേശത്തു നിന്ന് ഞങ്ങളെ തുരത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങ് വിശ്വസ്തനായ ഒരാളെ അയച്ചാലും
അവൻ ചെന്ന് ഞങ്ങൾക്കും അങ്ങയുടെ രാജ്യത്തിനും യൂദാസ് എത്രയോ നാശങ്ങൾ വരുത്തിയെന്ന് മനസ്സിലാക്കി അവരെയും അവരുടെ പിണിയാളുകളെയും ശിക്ഷിക്കട്ടെ. തൻ്റെ സുഹൃത്തുക്കളിൽ ഒരുവനും നദിക്ക് അക്കരെയുള്ള പ്രദേശത്തെ ഭരണാധിപനുമായ ബക്കിദസിനെ രാജാവ് തിരഞ്ഞെടുത്തു. അവൻ രാജ്യത്ത് സുസമ്മതനും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു. ഇസ്രായേല്യരോട് പ്രതികാരം ചെയ്യുന്നതിനുള്ള കൽപ്പനയുമായി രാജാവ് അവനെ അയച്ചു. അധർമ്മിയായ അൽക്കിമൂസിനെ മഹാപുരോഹിതനായി നിയമിച്ച് അവനെയും കൂട്ടത്തിൽ വിട്ടു. ജെറുസലേം ദേവാലയം മക്കബായരുടെ നേതൃത്വത്തിൽ നവീകരിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്ത സമയം മുതൽ ജെറുസലേം ദേവാലയത്തിൽ പ്രധാന പുരോഹിതന്മാർ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൽ ആദ്യമായി പേരെടുത്ത് പരാമർശിക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ അൽക്കിമൂസ് ആണ്. മക്കബായരുടെ രണ്ടാം പുസ്തകത്തിൻ്റെ സാക്ഷ്യമനുസരിച്ച് ദെമിത്രിയൂസ് രാജാവ് ആകുന്നതിന് മുൻപ് തന്നെ അൽക്കിമൂസ് പ്രധാന പുരോഹിതനാകുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രധാന പുരോഹിത സ്ഥാനവുമായി അൽക്കിമൂസ് എന്ന പുരോഹിതൻ എന്ന യഹൂദൻ വിജാതീയനായ രാജാവിനെ ദെമിത്രിയൂസിനെ സമീപിക്കുന്നതായിട്ട് അവതരിപ്പിക്കുകയാണ്. അൽക്കിമൂസിനെ മഹാപുരോഹിതനായി രാജാവ് നിയമിക്കുന്നത് സംഘർഷത്തിൻ്റെ മതപരമായ മാനത്തിലുള്ള ഒരു നിർണായക വികാസം കൂടിയാണ്. നിയമനിഷേധകരുടെയും അധർമ്മികളുടെയും നേതാവായിട്ടാണ് അൽക്കിമൂസിനെ ഇവിടെ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത്. ഇസ്രായേലിലെ നിയമനിഷേധകരും അധർമ്മികളുമായ എല്ലാവരും അവനോട് ചേർന്നു. പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച അൽക്കിമൂസ് ആയിരുന്നു അവരുടെ നേതാവ്. അവർ ജനങ്ങൾക്കെതിരെ രാജസന്നിധിയിൽ പ്രകാരം കുറ്റാരോപണം നടത്തി എന്ന് പറഞ്ഞാണ് അൽക്കിമൂസിനെ അവതരിപ്പിക്കുന്നത്. അതായത് അൽക്കിമൂസ് എന്ന വ്യക്തി ജന്മം കൊണ്ട് ഒരു യഹൂദനായിരുന്നു, പുരോഹിത വംശജനായിരുന്നു. അയാൾക്ക് ജെറുസലേം ദേവാലയത്തിലെ പ്രധാന പുരോഹിതനാകാനുള്ള മോഹമുണ്ടായിരുന്നു. മക്കബായർ ഭരണത്തിലിരിക്കുമ്പോൾ അത് സാധ്യമല്ല എന്ന ബോധ്യവും അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ വിജാതീയനായ സെലൂസിഡ് സാമ്രാജ്യത്തിലെ രാജാവ്, പുതിയ രാജാവ് ദെമിത്രിയൂസിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് സ്വന്തം ജനത്തിനെതിരെ സ്വന്തം ജനത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് സംസാരിക്കുന്നു. മക്കബായർക്കെതിരെ യുദ്ധം ചെയ്യാനായി രാജാവ് ആരെങ്കിലും വിടണമെന്നും അവരെ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തണം എന്നുമാണ് ഈ പ്രധാന പുരോഹിത സ്ഥാനവുമായി നടക്കുന്ന അൽക്കിമൂസ് രാജസന്നിധിയിൽ പറയുന്നത്. രാജാവ് ഈ സമയം ഇത്തരത്തിൽ യഹൂദരോട് മക്കബായരോട് ഏറ്റുമുട്ടാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് ബക്കിദസ്. ബക്കിദസിനെ കുറിച്ച് ഗ്രന്ഥകാരൻ ഇപ്രകാരം പറയുന്നു: തൻ്റെ സുഹൃത്തുക്കളിൽ ഒരുവനും നദിക്ക് അക്കരെയുള്ള പ്രദേശത്തെ ഭരണാധിപനുമായ ബക്കിദസിനെ രാജാവ് തിരഞ്ഞെടുത്തു. അവൻ രാജ്യത്ത് സുസമ്മതനും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു. അതായത് ദെമിത്രിയൂസ് രാജാവ് മെസപ്പൊട്ടേമിയ കീഴടക്കാൻ തിമാർക്കുസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയമായിരുന്നു ഇത്. അതുകൊണ്ട് യൂദയായിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, മക്കബായരെ തോൽപ്പിക്കാനും യൂഫ്രട്ടിസ് നദിയുടെ മറുകരയിലുള്ള പ്രവിശ്യയുടെ ഗവർണറായിരുന്ന ബക്കിദസ് നിയോഗിക്കപ്പെടുകയാണ്. രാജാവിന് നേരിട്ട് വന്ന് യുദ്ധം ചെയ്യാൻ സമയമില്ല. അദ്ദേഹം മറ്റൊരു യുദ്ധത്തിലേക്ക് പോകാനായി മെസപ്പൊട്ടേമിയ കീഴടക്കാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് യൂഫ്രട്ടിസ് നദിയുടെ അക്കരെയുള്ള രാജാവിന് സുസമ്മതനായ വിശ്വസ്തനായ ബക്കിദസ് എന്ന ഭരണാധിപനെ നിയോഗിക്കുകയാണ്. അടുത്തതായി ബക്കിദസിൻ്റെ ചില മുന്നേറ്റങ്ങൾ, അതിനിടയിൽ അയാൾ നടത്തുന്ന ഒരു വഞ്ചനയുടെ കഥയാണ്
വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. നമുക്കതൊന്ന് വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അവർ വലിയൊരു സൈന്യവുമായി യൂദാദേശത്തെത്തി. യൂദാസിനോടും സഹോദരന്മാരോടും സഖ്യം ചെയ്യാമെന്ന വ്യാജ സന്ദേശവുമായി ബക്കിദസ് ദൂതന്മാരെ അയച്ചു. എന്നാൽ അവരുടെ വാക്കുകൾക്ക് യൂദാസും കൂട്ടരും ഒരു വിലയും കൽപ്പിച്ചില്ല. കാരണം വലിയ ഒരു സൈന്യത്തോടു കൂടിയാണ് ബക്കിദസ് വന്നിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ന്യായമായ വ്യവസ്ഥകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം നിയമജ്ഞർ അൽക്കിമൂസിൻ്റെയും ബക്കിദസിൻ്റെയും അടുത്ത് ചെന്നു. ഇസ്രായേല്യരിൽ ഹസിദേയരാണ് സമാധാന അഭ്യർത്ഥനയുമായി ആദ്യം ചെന്നത്. അവർ പറഞ്ഞു, അഹറോൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ സൈന്യവുമായി വന്നിരിക്കുന്നത്. അവൻ നമ്മെ ദ്രോഹിക്കുകയില്ല. അൽക്കിമൂസ് സമാധാനപ്രിയനായി അവരോട് സംസാരിച്ചു. നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹിതന്മാരെയോ ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്ന് അവൻ അവരോട് ശപഥം ചെയ്തു. അവർ അവനെ വിശ്വസിച്ചു. പക്ഷേ അവൻ ഒറ്റ ദിവസം കൊണ്ട് അവരിൽ 60 പേരെ പിടിച്ച് കൊന്നുകളഞ്ഞു. അങ്ങയുടെ വിശുദ്ധരുടെ ശരീരങ്ങൾ അവർ ജെറുസലേമിന് ചുറ്റും ചിതറിച്ചു. അവരുടെ രക്തം അവിടെയെല്ലാം ചൊരിഞ്ഞു. അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിരുന്ന വചനം അനുസരിച്ചു തന്നെ. അവരെക്കുറിച്ചുള്ള ഭയവും സംഭ്രാന്തിയും ജനത്തിനിടയിൽ വ്യാപിച്ചു. അവർ പറഞ്ഞു, സത്യവും നീതിയുമില്ലാത്തവരാണ് ഇവർ. ശപഥം ചെയ്തുറപ്പിച്ച ഉടമ്പടി ഇവർ ലംഘിച്ചിരിക്കുന്നു. ഇതിനകം ബക്കിദസ് ജെറുസലേമിൽ നിന്ന് ബത്സൈത്തിൽ പോയി പാളയമടിച്ചു. തൻ്റെ പക്ഷം ചേർന്നവരിൽ വളരെ പേരെയും ജനങ്ങളിൽ ചിലരെയും അവൻ സൈന്യമയച്ച് പിടിച്ചുകൊന്ന് ഒരു വലിയ കുഴിയിൽ എറിഞ്ഞു. അവൻ രാജ്യം അൽക്കിമൂസിനെ ഏൽപ്പിച്ചു. സഹായത്തിന് ഒരു സേനയെയും നിർത്തി ബൽക്കിദസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. വഞ്ചനയുടെ കഥയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. 2 പേരാണ് ഇവിടെ വഞ്ചകരായി അവതരിക്കുന്നത്. ഒന്ന് പ്രധാന പുരോഹിത സ്ഥാനമോഹിയും സെലൂസിഡ് രാജാവായിരുന്ന ദെമിത്രിയൂസിനാൽ പ്രധാന പുരോഹിതനായി നിയോഗിക്കപ്പെട്ടവനുമായ അൽക്കിമൂസ് നടത്തുന്ന വഞ്ചനയാണ്. രണ്ടാമത്തേത് സെലൂസിഡ് രാജാവായിരുന്ന ദെമിത്രിയൂസിൻ്റെ സുഹൃത്തും സൈന്യാധിപനുമായിരുന്ന ഗവർണറുമായിരുന്ന ബക്കിദസ് നടത്തുന്ന വഞ്ചനയാണ്. ബക്കിദസിൻ്റെ നേതൃത്വത്തിൽ യൂദായ്ക്കെതിരെ വലിയൊരു സൈനിക നീക്കം ആരംഭിച്ചിരിക്കുന്നു. പ്രധാന പുരോഹിത സ്ഥാനമോഹിയായിരുന്ന അൽക്കിമൂസും ഇക്കൂട്ടത്തിലുണ്ട്. സത്യത്തിൽ അൽക്കിമൂസിൻ്റെ അധികാര കൊതിയാണ് ഇത്തരത്തിലൊരു സൈനിക നീക്കം ഉണ്ടാകുന്നതിന് പോലും കാരണമായി തീർന്നത്. അവരെ ഇത്തരത്തിൽ ഈ വലിയ സൈന്യം യൂദയായ്ക്കെതിരെ വരികയാണ്. എന്തുകൊണ്ടായിരിക്കാം അൽക്കിമൂസ് മക്കബായർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു സൈനിക നീക്കത്തിന് രാജാവ് നേതൃത്വം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഉപജാപങ്ങൾ നടത്തിയത്? അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. മക്കബായർ ഹസ്മോണിയൻ കുടുംബത്തിൽപ്പെട്ട പുരോഹിത വംശം ആയിരുന്നതിനാൽ അവരെ നശിപ്പിക്കുക എന്നത് അൽക്കിമൂസിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായിരുന്നു. കാരണം മക്കബായരെ നശിപ്പിക്കാതെ തനിക്ക് ജെറുസലേം ദേവാലയത്തിൽ പ്രധാന പുരോഹിത സ്ഥാനത്തിൻ്റെ അധികാരാവകാശങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് അൽക്കിമൂസിനുണ്ടായിരുന്നു. കാരണം മക്കബായരും പുരോഹിതരായിരുന്നു. സത്യത്തിൽ അൽക്കിമൂസ് ഇവിടെ ചെയ്യുന്നത് കുലദ്രോഹപരമായ ഒരു പ്രവൃത്തിയായിരുന്നു. ഇങ്ങനെ അൽക്കിമൂസും ബക്കിദസും ഈ വലിയ സൈന്യത്തോടൊപ്പം
യൂദയായെ സമീപിക്കുന്ന സമയം ഒരു വിഭാഗം ആളുകൾ യൂദയായിൽ നിന്ന് മക്കബായരുടെ അറിവ് ഇല്ലാതെ തന്നെ ഇവരുമായി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവരുടെ പേര് പ്രധാനമായും ഹസിദേയർ എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ ഗ്രമ്മത്തേയിസ് എന്നറിയപ്പെടുന്ന ജനനേതാക്കൾ കൂടിയായിരുന്ന അക്കാലത്തെ നിയമജ്ഞരും ഹസിദേയരും വഞ്ചകരായ അൽക്കിമൂസ്, ബക്കിദസ് എന്നിവരുമായി ചർച്ച നടത്തി. ഹസിദേയർ എന്ന വാക്കിനർത്ഥം ഭക്തന്മാർ എന്നാണ്. അവർ വിശ്വസ്തരായ യഹൂദരായിരുന്നു. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 2:42 അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേലിലെ ധീരയോദ്ധാക്കളായ ഹസിദേയരുടെ ഒരു സമൂഹം അവരോട് ചേർന്നു. നിയമത്തിനു വേണ്ടി സ്വമനസാ തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു അവർ. അതുകൊണ്ട് ഇപ്പോൾ അൽക്കിമൂസും ബക്കിദസുമായി ഒരു ഉടമ്പടിയിലേർപ്പെടാൻ ആഗ്രഹിച്ച് അവരെ സമീപിക്കുന്ന ഈ നിയമജ്ഞരും ഹസിദേയരും നല്ല മനസ്സുള്ളവരായിരുന്നു. നല്ല ലക്ഷ്യത്തോടെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു സമാധാന കരാറിന് വേണ്ടി ശ്രമിക്കുന്നത്. യൂദാസ് മക്കബേയോസിനോട് ചേർന്ന് നിന്നിരുന്ന യുദ്ധവീരന്മാരുമായിരുന്നു ഈ ഹസിദേയർ. എന്നാൽ അൽക്കിമൂസ് എന്ന പ്രധാന പുരോഹിതൻ്റെ വഞ്ചന തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ് അവർ ഈ വഞ്ചന തിരിച്ചറിയാതായിപ്പോയത്? പുരോഹിതർ വിശ്വാസയോഗ്യരാണ് എന്ന പരമ്പരാഗതമായ യഹൂദ വിശ്വാസമാണ് ഹസിദേയർ പുലർത്തിയിരുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, അഹറോൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ സൈന്യവുമായി വന്നിരിക്കുന്നത്, അവൻ നമ്മെ ദ്രോഹിക്കുകയില്ല എന്ന്. അഹറോൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതൻ ഒരു കാരണവശാലും തങ്ങളെ ദ്രോഹിക്കുകയില്ല എന്ന വലിയ ബോധ്യത്തോടെയാണ് അവർ അൽക്കിമൂസിനെ സമീപിക്കുന്നത്. സമാധാന ഉടമ്പടി ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ യൂദാസ് മക്കബേയൂസിനോടും മക്കബായരോടും വിശ്വസ്തത പുലർത്താത്തവർ, അവർ ആരാണെങ്കിലും, പ്രധാന പുരോഹിതനാണെങ്കിൽ പോലും അവർ ഒരിക്കലും യഥാർത്ഥ യഹൂദരോ വിശ്വാസയോഗ്യരോ അല്ല എന്ന നിലപാട് മക്കബായ ഗ്രന്ഥകാരൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് അൽക്കിമൂസ് വഞ്ചനാപരമായി ഇവരോട് പെരുമാറുന്നത്. അൽക്കിമൂസിൻ്റെ വഞ്ചന തിരിച്ചറിയാൻ വൈകിയ ഈ ഹസിദേയർക്ക് 60-ൽ പരം അംഗങ്ങളുടെ നിഷ്ഠൂര വധം കാണേണ്ടി വരികയാണ്. അൽക്കിമൂസ് സമാധാനപ്രിയനെന്ന വണ്ണം അവരോട് സംസാരിച്ചു. വഞ്ചനാപരമായി അവരോട് പെരുമാറിയിട്ട് അവരോട് പറയുന്നു, നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹിതന്മാരെയോ ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്നവൻ അവരോട് ശപഥം ചെയ്തു. അവർ അവനെ വിശ്വസിച്ചു. പക്ഷേ അവൻ ഒറ്റ ദിവസം കൊണ്ട് അവരിൽ 60 പേരെ പിടിച്ചു കൊന്നുകളഞ്ഞു. ഹസിദേയർ ഇത്തരത്തിലുള്ള വിശ്വാസ വഞ്ചനയുടെ ഇരകളായിത്തീരുകയാണ്. വഞ്ചനയിലൂടെ യഹൂദർക്ക് കനത്ത ആൾനാശം സംഭവിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാണ് ഹസിദേയരുടെ ഈ ദാരുണമായ മരണം. ഹസിദേയരുടെ ദാരുണമായ മരണത്തെ സങ്കീർത്തകൻ്റെ വാക്കുകളിൽ 79-ാം സങ്കീർത്തനത്തിൻ്റെ 2:3 പൂർത്തീകരണമായിട്ടാണ് മക്കബായ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത്. 79-ാം സങ്കീർത്തനത്തിൻ്റെ 2-3 വചനങ്ങൾ ഇപ്രകാരമാണ്: അവർ അങ്ങയുടെ ദാസരുടെ ശരീരം ആകാശപ്പറവകൾക്കും അങ്ങയുടെ വിശുദ്ധരുടെ മാംസം വന്യമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തു. അവരുടെ രക്തം ജലം പോലെ ഒഴുക്കി, അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഹസിദേയരുടെ ദാരുണ മരണം അപ്രകാരമായിരുന്നു. ഹസിദേയരുടെ ദാരുണ മരണം ജനത്തെ ഭയചകിതരും സംഭീതരുമാക്കുകയാണ്. ഈ സമയം തന്നെ മറ്റൊരു വഞ്ചന കൂടി നടക്കുന്നുണ്ട്. അത് ബക്കിദസ് എന്ന ഗവർണർ, സൈന്യാധിപൻ നടത്തുന്നതാണ്. ബക്കിദസ് ജെറുസലേമിൽ നിന്ന് ബത്സൈത്തിൽ പോയി പാളയമടിക്കുന്നു.
തൻ്റെ പക്ഷം ചേർന്നവരിൽ വളരെ പേരെയും ജനങ്ങളിൽ ചിലരെയും അവൻ സൈന്യമയച്ച് പിടിച്ചുകൊണ്ടുവന്ന് ഒരു വലിയ കുഴിയിൽ എറിഞ്ഞ് കൊന്നുകളയുകയാണ്. സമാധാന ഉടമ്പടിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ജനങ്ങളെ വഞ്ചനാപരമായി പിടിച്ചുകൊണ്ടുവന്ന് കുഴിയിലെറിഞ്ഞ് കൊന്നുകളയുന്ന വഞ്ചന ബെക്കിദെസും നടത്തുന്നു. ബെക്കിദെസ് പാളയമടിക്കുന്ന ഈ ബത്സെയ്ത്ത് നഗരം ജെറുസലേമിന് തെക്ക് ബത്സൂറിൻ്റെ സമീപത്താണ്. അൽക്കിമൂസിനെ പോലെ ബെക്കിദെസും വിശ്വാസ വഞ്ചനയാണ് കാട്ടിയത്. സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടവരെ വധിക്കുക എന്ന അധർമ്മമാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ വിജാതീയരുമായി ഏത് ഘട്ടത്തിലാണെങ്കിലും സന്ധി ചെയ്യുന്നത് അവിവേകമാണ് എന്ന ഒരു വ്യക്തമായ സന്ദേശം ഈ മക്കബായ ഗ്രന്ഥത്തിലെ ഈ ചരിത്രം നമുക്ക് നൽകുകയാണ്. അടുത്തതായി ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ തുടർക്കഥകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.